ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ്. ഇന്ന് ഞാനേ ഒരു ഉണക്കയില കൂട്ടാനായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഉണക്കയില, ചക്കക്കുരു, മാങ്ങ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം. ഇതാ ചക്കക്കുരു ഞാനിങ്ങനെ കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇങ്ങനെ 4ആയിട്ട് കീറിയിട്ട് ഇതുണ്ട്. കുക്കറിലൊന്നും ഇടണ്ട, ഇതിൽ തന്നെ വെന്തോളും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി. ഇനി അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം ഇരുന്നിട്ട് നമുക്ക് ചക്കക്കുരു വേവണ്ടേ. വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഉപ്പ് ഞാനിത് ഇടുന്നില്ല കേട്ടോ, കാരണം നമ്മുടെ ഉണക്കയിലയുടെ ഉപ്പ് നല്ലോണം പിടിക്കും കേട്ടോ. അപ്പോൾ ഉപ്പിൻ്റെ ആവശ്യമില്ല. ഇനി വേണമെങ്കിൽ അവസാനം നമുക്ക് ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് സ്റ്റവ് കത്തിക്കാം. അതിലേക്ക് നമുക്ക് ചട്ടിയെടുത്ത് വെച്ചാൽ സ്റ്റവ് അതിലേക്ക് എൻ്റെ കയ്യിൽ നിന്ന് ഒരു തുള്ളി വെള്ളം വേണ്ടേ, അതാ അങ്ങനെ കത്തിയത് കേട്ടോ. അപ്പോൾ ശരിയായിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് നല്ലോണം തിളച്ച് വേവട്ടെ. അപ്പോഴും നമുക്ക് അടുത്ത ഒരു വെള്ളം എടുക്കാം. ഉണക്കയില ഞാനിവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. അത് തിളച്ചതിന് ശേഷം ചക്കക്കുരൊക്കെ വെന്തതിന് ശേഷം നമുക്ക് ഇടാം കേട്ടോ. ഇതാ നമ്മുടെ ചക്കക്കുരൊക്കെ ഏകദേശം ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. കുറച്ച് നേരം കൂടി ഒന്ന് വെന്തോട്ടെ കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഇന്നത്തേക്കുള്ള നാളികേരം ഒന്ന് അരച്ചിട്ട് വരാം. അതാ നമ്മുടെ ചക്കക്കുരൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. നല്ല പൊടി മാങ്ങയാണ്, ഒരു മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ച നാളികേരം ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ ഒട്ടും ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ, കാരണം നമ്മുടെ ഉണക്കയില ഉപ്പ് ഇറങ്ങും. അപ്പം വേണമെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇട്ട് കൊടുക്കേണ്ടി വരാറില്ല സാധാരണ, എന്നാലും നമുക്ക് നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 4-5 കാന്താരി മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇവിടെ തന്നെ ഉണ്ടായ കാന്താരി മുളകാണ്, നമ്മളത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില. ഇനി ഇത് നല്ലോണം തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഉണക്കയില ഇട്ട് കൊടുക്കാം. കാരണം അല്ലെങ്കിൽ ഇപ്പം മാങ്ങയൊക്കെ വേകുമ്പോഴേക്കും ചിലപ്പോൾ നമ്മുടെ ഉണക്കയില ഉടഞ്ഞു പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് അയില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ മാങ്ങയും ചക്കക്കുരും നാളികേരവും കൂടി ഇട്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിനകത്തേക്ക് നമ്മുടെ ഉണക്കയില നമുക്ക് എടുത്തിടാം കേട്ടോ. ഞാനിവിടെ 2 ഉണക്കയിലാണ് എടുത്തിരിക്കുന്നത്. അധികം ഇട്ട് കഴിഞ്ഞാൽ ഉപ്പ് കൂടുതൽ ഇറങ്ങിയിട്ട് കറിക്ക് ഭയങ്കര ഉപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് 2 എണ്ണം മാത്രമാണ് എടുത്തത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം തിളക്കട്ടെ. തിളച്ച് ഇതായി കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. തിളച്ച് ഒന്ന് വേവട്ടെ. ഇതാ നമ്മുടെ ഉണക്കയിലക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല സ്വാദേറിയ ഒരു കറിയാണ്. എല്ലാവരും വെച്ച് നോക്കണം. മഴക്കാലത്തൊക്കെ മഴ ഇങ്ങനെ നിന്ന് പെയ്യുമ്പോൾ ഉണക്കയിലൊക്കെ ചൂടോടൊരു ചോറിന് വില വെച്ച് ഉണ്ണാനായിട്ട് നല്ല സ്വാദല്ലേ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇനി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.